നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രിക് ചാർജുകളെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജുകളുടെ കുറച്ച് സവിശേഷതകളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജ്. അതിൽ ഒന്നാമത്തെ സവിശേഷത, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി? എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റി, രണ്ടാമത്തേത് വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്? ഡയറക്ഷൻ ഇല്ലാതെ മാഗ്നിറ്റ്യൂഡുകൾ മാത്രം പറയുന്ന മാഗ്നിറ്റ്യൂഡുകൾ മാത്രമുള്ള ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. ടൈം, ടെമ്പറേച്ചർ, മാസ് ഇതൊക്കെ സ്കേലാർ ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. ഇനി ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും രണ്ടുമുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ് ഇവയൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഇവിടെ എടുക്കുന്ന ഇലക്ട്രിക് ചാർജ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതോടുകൂടി തന്നെ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയും കൂടി ആണ്. അതായത് ഡയറക്ഷൻ പറയേണ്ട ആവശ്യം ഇല്ല, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് കുളം. അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു യൂണിറ്റ് അത്യാവശ്യമാണ്. ഇപ്പോൾ മാസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ്. വെലോസിറ്റി ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിനാണ്. ഇതേപോലെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യണമെങ്കിലും യൂണിറ്റ് അത്യാവശ്യമാണ്. അതേപോലെ നമുക്ക് ഇലക്ട്രിക് ചാർജിനും ഒരു SI യൂണിറ്റ് വേണം. ആ യൂണിറ്റാണ് കൂളം. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ് ക്യാപിറ്റൽ C ആണ് ഉപയോഗിക്കുന്നത്. കിലോഗ്രാമിന് kg പോലെ, ടൈമിന് സെക്കൻഡാണ് യൂണിറ്റ്, S എഴുതുന്നത് പോലെ കൂളം എന്ന് പറയുന്ന യൂണിറ്റിന് നമ്മൾ എടുക്കുന്ന ആൽഫബറ്റാണ് ക്യാപിറ്റൽ C. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും നമുക്ക് വളരെയധികം പരിചിതമുള്ളതാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ. അതായത് ഒരേപോലെയുള്ള ചാർജുകൾ എന്തു ചെയ്യും? റിപ്പൽ ചെയ്യും, വികർഷിക്കും. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ എന്തു ചെയ്യും? വികർഷിക്കും, അതായത് റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ്, ഒരേപോലെയുള്ള ചാർജുകൾ. അതേപോലെ രണ്ട് നെഗറ്റീവ് ചാർജസ് അടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാലും അവ തമ്മിൽ റിപ്പൽ ചെയ്യും, അതായത് അവർ തമ്മിൽ വികർഷിക്കും. ഇനി അവസാനത്തെ പോയിന്റ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഒരേപോലെ അല്ലാത്ത ചാർജുകൾ. നമുക്ക് പ്രധാനമായും രണ്ട് ചാർജുകളെ കുറിച്ചാണ് അറിവുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജും ഒന്ന് നെഗറ്റീവ് ചാർജും. ഇവിടെ അൺലൈക്ക് ചാർജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജുമാണ്. ഇവർ തമ്മിൽ അടുത്തു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, അവ തമ്മിൽ ആകർഷിക്കും. ഇതാണ് ലൈക്ക് ചാർജസ് റിപ്പൽ എന്ന് പറയുന്നതും അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് പറയുന്നതും. അടുത്ത പോയിന്റ് നോക്കാം. ചാർജ് ഓഫ് എ പ്രോട്ടോൺ നമുക്കറിയാവുന്നതുപോലെ പോസിറ്റീവ്ലി ചാർജഡ് ആണ്. അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, +1.6 × 10⁻⁻19 കൂളം. അതായത് ഒരു പ്രോട്ടോണിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഒരു പ്രോട്ടോണിന് ഉൾക്കൊള്ളാൻ സാധിക്കും? അതിനുള്ള ഉത്തരമാണ് +1.6 × 10⁻⁻19 കൂളം. ഇതിനേക്കാൾ കുറവ് ചാർജ് ഒരു പ്രോട്ടോണിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇതിനേക്കാൾ കൂടുതൽ ചാർജും ഒരു പ്രോട്ടോണിന് ഉൾക്കൊള്ളാനായി സാധിക്കില്ല. അതായത് പ്രോട്ടോണിൻ്റെ ചാർജ് +1.6 × 10⁻⁻19 കൂളം എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. ഇനി ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. നമുക്കറിയാവുന്നതുപോലെ ഇലക്ട്രോണിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പ്രോട്ടോണിന് എത്രത്തോളം ചാർജ് ഉണ്ടോ അത്രത്തോളം ചാർജ് തന്നെ ഒരു ഇലക്ട്രോണിനും ഉണ്ടായിരിക്കും. പക്ഷേ സൈൻ വ്യത്യാസമാണ്, അതായത് സൈൻ ഡിഫറൻ്റ് ആണ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് -1.6 × 10⁻⁻19 കൂളമാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇതിനേക്കാൾ കൂടുതൽ ചാർജോ ഇതിനേക്കാൾ കുറവ് ചാർജോ ഒരു ഇലക്ട്രോണിന് ഉൾക്കൊള്ളാനായി സാധിക്കില്ല.
അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെയോ ചാർജായി നമുക്ക് പരിഗണിക്കാം. അതാണ് അടുത്ത പോയിന്റ് വരുന്നത്. ബേസിക് യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ +1.6 × 10⁻⁻19 കൂളമോ അല്ലെങ്കിൽ -1.6 × 10⁻⁻19 കൂളമോ ആയിരിക്കും. ഈ ബേസിക് യൂണിറ്റ് ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റാണ് സ്മോൾ ലെറ്റർ ഇ. E is equal to +or- 1.6 × 10⁻⁻19 കൂളം. അതായത് ഇതിനേക്കാൾ ചെറിയ ഒരു ചാർജിനെ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല. അതായത് ഒരു ഇലക്ട്രോണിൻ്റെയോ ഒരു പ്രോട്ടോണിൻ്റെയോ ചാർജാണ് നമുക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫണ്ടമെൻ്റൽ ചാർജ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചാർജ്. അതുകൊണ്ടാണ് ഈനെ നമ്മൾ +or- 1.6 × 10⁻⁻19 കൂളം എന്ന് കൊടുക്കുന്നത്. നമ്മൾ +1.6 × 10⁻⁻19 കൂളമാണ് എടുക്കുന്നതെങ്കിൽ അതൊരു പ്രോട്ടോണിൻ്റെ ചാർജ് ആയിരിക്കും. -1.6 × 10⁻⁻19 കൂളമാണ് എടുക്കുന്നതെങ്കിൽ അതൊരു ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എ ബോഡി വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺസ് വിൽ ബിക്കം എ നെഗറ്റീവ്ലി ചാർജഡ് ബോഡി. എ ബോഡി വിച്ച് ലോസസ് ഇലക്ട്രോൺസ് വിൽ ബിക്കം എ പോസിറ്റീവ്ലി ചാർജഡ് ബോഡി. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഒരു ആറ്റത്തിൻ്റെ ചാർജ് എന്ന് അറിയണം. നോക്കാം. ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ഒരു ന്യൂക്ലിയസ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടായിരിക്കും. അതിൽ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ന്യൂട്രോണുകൾക്ക് ചാർജ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും അറിയാം. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ഉള്ളിൽ 2 പ്രോട്ടോണുകൾ ഉണ്ട്. ന്യൂട്രോണുകളുടെ കാര്യം തൽക്കാലം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ന്യൂട്രോണുകൾക്ക് ചാർജ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ 2 പ്രോട്ടോണുകളുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് × 2 ആണ്. അതായത് 2 × +1.6 × 10⁻⁻19 കൂളം. ഇതിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പ്രത്യേകതയുണ്ട്. 2 പ്രോട്ടോണുകളാണ് ഒരു ന്യൂക്ലിയസിൽ ഉള്ളതെങ്കിൽ 2 ഇലക്ട്രോണുകളായിരിക്കും ആ ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടായിരിക്കുക. അതായത് ഏതൊരു ആറ്റം എടുത്താലും അതിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ്. അങ്ങനെയെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ ചാർജ് എന്തായിരിക്കും? 0. അതായത് എല്ലാ നെഗറ്റീവ് ചാർജുകളെയും എല്ലാ പോസിറ്റീവ് ചാർജുകളും ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെയെങ്കിൽ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉള്ളതുകൊണ്ട് 2 ചാർജുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ചാർജുകൾ ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയെങ്കിൽ ഒരു ആറ്റം ബേസിക്കലി ന്യൂട്രൽ ആണ്. ഇങ്ങനെയുള്ള ആറ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാറ്റർ ഉണ്ടാക്കുന്നത്, അതായത് ഒബ്ജക്റ്റുകളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റങ്ങൾ വെച്ചുണ്ടാക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളും ന്യൂട്രൽ തന്നെ ആയിരിക്കും. ഇനി എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എങ്ങനെ ഒരു ആറ്റത്തിനെ ചാർജ് ഉള്ളതാക്കി മാറ്റാൻ സാധിക്കും? നിങ്ങൾക്ക് 1-2 വഴികളുണ്ട്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആറ്റത്തിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ആ ഒബ്ജക്റ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ പ്രോട്ടോണുകളെ കൊടുക്കാം, അല്ലെങ്കിൽ പ്രോട്ടോണുകളെ എടുക്കാം. ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റ്. ഇതിൽ 10 ഇലക്ട്രോണുകളും 10 പ്രോട്ടോണുകളും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ 10 ഇലക്ട്രോണുകളും 10 പ്രോട്ടോണുകളും ഉണ്ട്. ഈ ഒബ്ജക്റ്റ് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. നമുക്ക് ഇതിനെ എങ്ങനെ ചാർജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും? ഒന്നില്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുക്കാം, അപ്പോൾ നെഗറ്റീവ് ചാർജസ് കൂടും. അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ പുറത്തേക്ക് എടുക്കാം, അപ്പോൾ ഇലക്ട്രോണുകളുടെ നമ്പർ കുറയുകയും അതിനനുസരിച്ച് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലായി തോന്നുകയും ചെയ്യും.
അതായത് 5 ഇലക്ട്രോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ 5 ഇലക്ട്രോണുകൾ ഞാൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇലക്ട്രോണുകൾ 15ഉം മൊത്തം പ്രോട്ടോണുകൾ 10ഉമായിരിക്കും. അങ്ങനെയെങ്കിൽ 5 ഇലക്ട്രോണുകളുടെ ചാർജ് അവിടെ എക്സസ് ആണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് എന്ത് ചാർജ് കിട്ടും? ടോട്ടലി എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അതിന് കാരണം ആ കൊടുത്ത 5 എക്സസ് ഇലക്ട്രോണുകളാണ്. ഇനി 5 ഇലക്ട്രോണുകളെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 5 ഇലക്ട്രോണുകളെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? 10 ഇലക്ട്രോണിൽ നിന്ന് 5 ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്കുണ്ടായിരിക്കുക 5 ഇലക്ട്രോണുകൾ മാത്രമാണ്. പക്ഷേ പ്രോട്ടോണുകൾ 10 എണ്ണമുണ്ട്. ഈ 5 ഇലക്ട്രോണുകളെ 5 പ്രോട്ടോണുകൾ വന്ന് ക്യാൻസൽ ചെയ്യുകയും ബാക്കിയുള്ള 5 പ്രോട്ടോണുകളുടെ ചാർജ് അവിടെ എക്സസ് ആയി നിൽക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ഒബ്ജക്റ്റ് എന്തുള്ളതായി മാറും? ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയായി മാറും. അതാണ് ഈ ഒരു പോയിന്റിന്റെ അർത്ഥം. എ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺസ്. ഒരു ബോഡിക്ക് ഇലക്ട്രോണുകളെ കിട്ടുകയാണെങ്കിൽ ആ ബോഡി നെഗറ്റീവ് ചാർജുള്ള ബോഡിയായി മാറും. ഒരു ബോഡിക്ക് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബോഡി ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡിയായി മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് നമ്മൾ പ്രോട്ടോണുകളെ എടുക്കുന്നില്ല, പ്രോട്ടോണുകളെ കൊടുക്കുന്നില്ല? പ്രോട്ടോണുകൾ നമുക്ക് ഒരിക്കലും ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ സിമ്പിളായി എടുക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ, നമ്മുടെ നേച്ചറിൽ ഏറ്റവും ശക്തിയേറിയ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ചിട്ടാണ്. അത് നമ്മുടെ യൂണിവേഴ്സിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഫോഴ്സാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രോട്ടോണിനെ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് സാധ്യമായുള്ള കാര്യമല്ല, എളുപ്പത്തിൽ നടക്കുന്ന കാര്യം അല്ല. ഇനി ഒരു പ്രോട്ടോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഒരു ഒബ്ജക്റ്റിൽ കൂടും. അതിനനുസരിച്ച് അവൻ്റെ സ്വഭാവം മാറും. കാരണം പ്രോട്ടോണുകളുടെ നമ്പറാണ് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ മാറുന്നതിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറും. അതായത് പ്രോട്ടോണുകളെ കൊടുക്കാനോ പ്രോട്ടോണുകളെ എടുക്കാനോ സാധ്യമായുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇലക്ട്രോണുകളെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വാങ്ങുകയോ ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഒരു ബോഡിക്ക് ഇലക്ട്രോണുകളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോഡി നെഗറ്റീവ് ചാർജ് ഉള്ളതായി മാറും. ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോണുകൾ പോയി കഴിഞ്ഞാൽ ആ ബോഡി പോസിറ്റീവ് ചാർജ് ഉള്ളതായി മാറും. അടുത്ത പോയിന്റ് നോക്കാം. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ഗെയിൻ ഓഫ് മാസ്. ഒരു പക്ഷേ ഇത് നമുക്ക് ആദ്യത്തെ അറിവായിരിക്കും. ഇലക്ട്രോണുകളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കിട്ടുക എന്ന് തന്നെയാണ് അർത്ഥം. അതാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ഗെയിൻ ഓഫ് മാസ്. നോക്കാം. ഇതൊരു ബോഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രൽ ബോഡിയാണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാൻ 5 ഇലക്ട്രോണുകളെ കൊടുത്തു. അങ്ങനെയെങ്കിൽ ഈ ബോഡിയുടെ മാസിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 5 ഇലക്ട്രോണുകളെ കൊടുക്കുന്നതിന് മുമ്പ് ഈ ബോഡിയുടെ മാസ് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിക്കാം. ഈ ബോഡിയെ ചാർജ് ചെയ്തതിന് ശേഷം ഈ ബോഡിയുടെ ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാസിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് M സഫിക്സ് E. E ഫോർ ഇലക്ട്രോൺ, M ഫോർ മാസ്. M സഫിക്സ് E എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ മാസാണ്. ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ആണ്. വളരെ ചെറിയ മാസാണെങ്കിലും ഒരു ഇലക്ട്രോണിന് മാസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രയും മാസ് ഒരു ഇലക്ട്രോണിനുണ്ടെങ്കിൽ അങ്ങനെ 5 ഇലക്ട്രോണുകളെ ആണ് ഒരു ബോഡിക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 5 ഇൻറ്റു, അതായത് ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഇൻറ്റു കൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണം, 5 ഇൻറ്റു മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇത്രയും മാസ് ആർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും? ഈ ഒരു ഒബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയെ ചാർജ് ചെയ്തതിന് ശേഷം, അതായത് ഇലക്ട്രോണുകളെ കൊടുത്തതിന് ശേഷം അതിന് ഉണ്ടാകുന്ന ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, അതായത് M സഫിക്സ് T, ചാർജ് ചെയ്തതിന് ശേഷമുള്ള മാസ് എന്ന് പറയുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന മാസ് M പ്ലസ്
അതിന് ചാർജ് ചെയ്തപ്പോൾ കിട്ടിയ മാസ് 5 ഇൻറ്റു എം സഫിക്സ് ഇ. ഇതാണ് ഒരു ബോഡിയുടെ മാസ്. എപ്പോഴുള്ള മാസ്? അത് ചാർജ് ചെയ്തതിന് ശേഷമുള്ള മാസ്. ചാർജ് ചെയ്തതിന് മുമ്പുണ്ടായിരുന്ന മാസ് എം ആയിരുന്നു. 5 ഇലക്ട്രോണുകളെ നമ്മൾ ഈ ബോഡിയിലേക്ക് കൊടുത്തു. ഈ ബോഡി ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതായി മാറി. കാരണം 5 ഇലക്ട്രോണുകൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ബോഡി ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതായി മാറി. അതിൻ്റെ മാസ് വർദ്ധിച്ചു, അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്തു. എത്രത്തോളം ഇൻക്രീസ് ചെയ്തു? അതിൻ്റെ പഴയ മാസ് പ്ലസ് അതിന് കിട്ടിയ മാസ്. എത്രത്തോളം മാസ് കിട്ടി? എത്രത്തോളം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ കൊടുത്തോ ഇൻറ്റു 5 ഇലക്ട്രോണിന് കൊടുത്തു ഇൻറ്റു 1 ഇലക്ട്രോണിൻ്റെ മാസ്, അതായത് എം സഫിക്സ് സി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ഗെയിൻ ഓഫ് മാസ്. ഇലക്ട്രോണുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി നെഗറ്റീവ് ചാർജ് ഉള്ളതായി മാറുകയും ആ ബോഡിക്ക് മാസ് കൂടുകയും ചെയ്യും. നേരെ തിരിച്ചു സംഭവിക്കാം. നമ്മളൊരു 5 ഇലക്ട്രോണുകളെ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 5 ഇലക്ട്രോണുകളെ എടുത്തു. അങ്ങനെയെങ്കിൽ ഈ ബോഡി എന്ത് ചാർജ് ഉള്ളതായി മാറും? ഒരു പോസിറ്റീവ് ചാർജുള്ള ബോഡി ആയി മാറും. അങ്ങനെയെങ്കിൽ പുതിയ മാസ് എന്തായിരിക്കും? അതായത് പോസിറ്റീവ് ചാർജ് ആയി മാറിയ ബോഡിയിൽ നിന്ന് ഇലക്ട്രോണുകൾ പോയാൽ അതിൻ്റെ മാസ് കുറയും. എത്രത്തോളം കുറയും? അതിൻ്റെ പഴയ മാസ് മൈനസ്, ഇവിടെ പ്ലസിന് പകരം നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുക്കണം. മൈനസ് എത്രത്തോളം ഇലക്ട്രോൺ പോയി? 5 ഇലക്ട്രോൺ പോയി ഇൻറ്റു 1 ഇലക്ട്രോണിൻ്റെ മാസ്, അതായത് എം മൈനസ് 5 ഇൻറ്റു എം സഫിക്സ് ഇ. അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ഗെയിൻ ഓഫ് മാസ്, ലോസ് ഓഫ് ഇലക്ട്രോൺസ് മീൻസ് ലോസ് ഓഫ് മാസ്. ഇതാണ് ഒരു പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ചാർജസ് ഓൾവേസ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് എ ബോഡി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോഡിയെ, ഇവിടെ ശ്രദ്ധിക്കാം, ഒരു ബോഡിയെ നമുക്ക് ചാർജ് ഉള്ള ബോഡിയാക്കി മാറ്റണമെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വാങ്ങാം. നമ്മളിവിടെ ഇലക്ട്രോണുകളെ കൊടുക്കുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 10 ഇലക്ട്രോണുകളെ കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ബോഡി എന്ത് ചാർജ് ഉള്ളതായി മാറും? ഒരു നെഗറ്റീവ് ചാർജുള്ള ബോഡിയായി മാറും. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത്, കൊടുത്ത ഇലക്ട്രോണുകൾ എവിടെയായിരിക്കും ഈ ഒരു ബോഡി സ്റ്റോർ ചെയ്തു വെക്കുക? അതിനുള്ള ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചാർജസ് ഓൾവേസ് റിസൈഡ്സ് ഓൺ ദ സർഫസ്. ചാർജ് ചെയ്യപ്പെടുന്ന ബോഡിയുടെ സർഫസിലായിരിക്കും നമ്മൾ കൊടുത്ത എക്സസ് ചാർജുകൾ സ്റ്റോർ ചെയ്യപ്പെടുക. അത് മനസ്സിലാക്കണമെങ്കിൽ ചെറിയൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ കുറേ വെള്ളമെടുക്കുന്നു, അതിലേക്ക് കുറച്ച് പ്ലാസ്റ്റിക് ബോളുകൾ നമ്മൾ കൈകൊണ്ട് താഴ്ത്തിപ്പിടിക്കുന്നു. കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ പ്ലാസ്റ്റിക് ബോളുകൾ എങ്ങോട്ട് വരും? ആ വാട്ടറിൻ്റെ സർഫസിലേക്ക് വരും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ 10 ഇലക്ട്രോണുകളെ ഈ ബോഡിയുടെ ഏത് ഭാഗത്തേക്കും, സെൻറ്ററിലേക്കോ സൈഡിലേക്കോ വശങ്ങളിലേക്കോ എങ്ങോട്ട് ഇൻജക്റ്റ് ചെയ്താലും അവസാനം അത് കറങ്ങി തിരിഞ്ഞ് ഈ ബോഡിയുടെ സർഫസിൽ മാത്രമേ വന്ന് നിൽക്കുകയുള്ളൂ. അതായത് നമ്മൾ കൊടുക്കുന്ന എക്സസ് ചാർജുകൾ, നമ്മൾ കൊടുക്കുന്ന അധികം ചാർജുകൾ, ഇലക്ട്രോണുകളാണ് അവിടുത്തെ എക്സസ് ചാർജുകൾ. ആ ചാർജുകൾ എപ്പോഴും ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ചാർജഡ് ബോഡിയുടെ സർഫസിൽ മാത്രമേ വന്ന് നിൽക്കുകയുള്ളൂ. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ചാർജസ് ഓൾവേസ് റിസൈഡ് ഓൺ ദ സർഫസ് ഓഫ് എ ബോഡി.